നമസ്കാരം. കഴിഞ്ഞ മെസ്സേജിൽ കുട്ടികൾ ഓട്ടിസം എന്ന രോഗം കാരണം ജനിക്കുന്നതിനെ കുറിച്ചൊക്കെ ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഒരുപാട് പേര് സംശയങ്ങൾ വിളിച്ച് ചോദിച്ചു. അപ്പൊ അതുകൊണ്ട് കുറച്ചും കൂടി വിശദീകരിച്ച് ചില കാര്യങ്ങൾ ഇപ്രാവശ്യം പറയാം. ഞാനിതിൽ പറയുമ്പോൾ ചില കണക്കും കാര്യങ്ങളും, അതായത് ചില കാൽക്കുലേഷൻസുകൾ ഞാൻ പറയും. അത് പ്രത്യേകം നല്ലോണം ശ്രദ്ധിച്ച് കേട്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവും. പലർക്കും ഞാൻ ഈ ഫോൺ ചെയ്തൊക്കെ സംസാരിക്കുമ്പോൾ ഈ കണക്ക് പറയുമ്പോൾ ചിലർക്ക് പെട്ടെന്ന് പിടികിട്ടൂല. പക്ഷെ കുറച്ച് ആത്മവളർച്ച നേടിയവർക്ക് ഈ കണക്കുകൾ പെട്ടെന്ന് പിടികിട്ടും. ഈ കുട്ടികൾ ഓട്ടിസമായിട്ട് ജനിക്കുന്നത് ശരിക്കും ആ കുട്ടികളുടെ ആത്മാവ് നല്ല വളർച്ചയും നല്ല കഴിവുമുള്ള ആത്മാക്കളാണ്. പക്ഷെ കഴിഞ്ഞ ജന്മത്തിൽ അവർക്ക് അതിഭയങ്കരമായ കഴിവും നല്ല ഉയർച്ചയും ഒക്കെ ഭൂമിയിൽ ഉണ്ടായിരുന്നപ്പോൾ അവർ ദൈവത്തെ മറന്ന് സ്വന്തം ബുദ്ധിയിലും സ്വന്തം കഴിവാലും അഹങ്കരിച്ച് അതിന്റെ ഫലമായിട്ടാണ് അടുത്ത ജന്മം ഇങ്ങനെ ബുദ്ധിക്ക് ചില പ്രശ്നങ്ങളായിട്ട്, അത് മെയിനായിട്ട് ഓട്ടിസം. ഈ ഓട്ടിസം എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകത, അവർക്ക് ഏതെങ്കിലും ഒരു മേഖലയിൽ അമാനുഷികമായ ചില കഴിവുകൾ കാണും. കാരണം അത് ആത്മാവിന്റെ ആ ഒരു കഴിവാണത്. അത് ഒളിഞ്ഞു കിടക്കും. പക്ഷെ പല മേഖലകളിലും മൊത്തം ബ്ലാങ്ക് ആയിരിക്കും, അല്ലെങ്കിൽ പരാജയങ്ങളായിരിക്കും. അതാണ് അവർക്കുള്ള ആ ഒരു കർമ്മത്തിന്റെ ഫലം. എല്ലാ മേഖലയും അതേപോലെ ആയിരുന്നെങ്കിൽ അവർ ഭൂമിയെ അടക്കി വാഴുന്ന ലെവലിലേക്ക് വരുമായിരുന്നു. പക്ഷെ ചില മേഖലകളിൽ കംപ്ലീറ്റും ബ്ലാങ്ക് ആവുന്നതിന്റെ കാരണം ആ മേഖലകളിലൊക്കെ ആയിരുന്നു കഴിഞ്ഞ ജന്മത്തിൽ, ചിലപ്പോൾ ജന്മങ്ങളിൽ ആ പല രീതിയിൽ അഹങ്കാരം, സ്വന്തം ബുദ്ധിയിലും സ്വന്തം കഴിവാലും ആ ദൈവത്തോട് നന്ദിയില്ലാത്ത രീതിയിലുള്ള അഹങ്കാരത്താൽ വന്നതിന്റെ ഫലമായിട്ടാണ്. ഇത് ഒരു പ്രധാന കാരണമാണ്. പിന്നെ ബുദ്ധിക്ക് വൈകല്യമായി ജനിക്കുന്നതിനൊക്കെ പല പല കാരണങ്ങൾ വേറെയുണ്ട്. ഇത് ഈ ഓട്ടിസം എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നല്ല കഴിവുകൾ പ്രകടിപ്പിക്കുകയും മറ്റുള്ളവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായ രീതിയിൽ ഉള്ള ജനിക്കുന്ന കുട്ടികളെ കുറിച്ചാണ് ഞാൻ കഴിഞ്ഞതിൽ പറഞ്ഞത്. അപ്പൊ പലരും ചോദിച്ചു, അങ്ങനെ വരുമ്പോൾ അവരെ മാതാപിതാക്കളുടെ കർമ്മം ഫലം ആയിട്ടാണോ ഇങ്ങനെയുള്ള മക്കൾ ജനിക്കുന്നത്? മാതാപിതാക്കളുടെ കർമ്മഫലങ്ങളും ഇതിന്റെ അകത്തുണ്ട്. അതാണ് ഞാൻ പറയുന്നത് ചില കാൽക്കുലേഷൻസുകൾ. നമ്മളിപ്പോ ഒരു മാതാപിതാക്കൾ അവർ കുട്ടിക്കാലം മുതലേ വളർന്നു വരുന്നു. അപ്പൊ ആ മാതാവിന്റെ മുൻജന്മ കർമ്മഫലവും കാര്യങ്ങളൊക്കെ മാതാവിനെ അനുഭവിക്കാൻ കാണും. പക്ഷെ കല്യാണം കഴിയുന്നത് വരെ ആ മാതാവിന്റെ മാതാപിതാക്കളുമായിട്ട് ബന്ധപ്പെട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. ഇപ്പൊ കല്യാണം കഴിഞ്ഞ് സ്വതന്ത്രമാകുമ്പോഴാണ് ശരിക്കും ആ ആത്മാവിന്, ആ മാതാവിന് സ്വതന്ത്രമായ രീതിയിലുള്ള കർമ്മഫലങ്ങൾ അനുഭവിക്കേണ്ട സമയമാകുന്നത്. അതുപോലെ തന്നെ ഈ കുട്ടിയുടെ പിതാവാണെങ്കിലും വിവാഹശേഷമേ പൂർണ്ണമായും ആ പിതാവിന്റെ കുടുംബത്തിൽ നിന്നും ഡിറ്റാച്ചായി വരുന്ന ഒരു സാഹചര്യം പറഞ്ഞത്. അപ്പോഴാണ് കർമ്മഫലം പൂർണ്ണമായും രണ്ടുപേരും അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പൊ ഇതിനോടകം പല സന്ദർഭങ്ങളിലും അവർക്ക് പശ്ചാത്തപിക്കാനും സത്യം തിരിച്ചറിയാനും ദൈവത്തെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാനും ആത്മരഹസ്യങ്ങൾ തിരിച്ചറിയാനൊക്കെ ഇഷ്ടംപോലെ സമയങ്ങളുണ്ട്. ഈ സമയത്തിനകത്ത് ഈ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് വേണമെങ്കിൽ നന്നായി വരാമായിരുന്നു, ആ ദൈവമായിട്ട് അടുക്കാമായിരുന്നു, സൃഷ്ടാവ ദൈവമായിട്ട് ബന്ധം ഉണ്ടാക്കാമായിരുന്നു. ഇനി അഥവാ സൃഷ്ടാവ ദൈവമായിട്ട് ബന്ധം ഉണ്ടാക്കിയില്ലെങ്കിലും പ്രകൃതിയുടെ വ്യവസ്ഥയ്ക്കനുസരിച്ച് ജീവിക്കുകയും അവരുടെ ജീവിത ശൈലിയും കാര്യങ്ങളെല്ലാം അവരവരുടെ മാതാപിതാക്കളിൽ നിന്ന് വ്യത്യസ്തമായി ഇവർക്ക് മാറി വരാമായിരുന്നു. ഇത് ഒരു വശം. മറുവശത്ത് ഈ മാതാപിതാക്കൾ അവരും ദൈവത്തിന്റെ പോസിറ്റീവിലേക്ക് പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന ആത്മാക്കളുമായിരിക്കും. അത് ഉറപ്പാണ്. അതില്ലെങ്കിൽ ഈ കർമ്മഫലം ഇത്ര കഷ്ടം ഇങ്ങനൊരു അസുഖം ബാധിച്ചൊരു മകനെ കൊണ്ട് അനുഭവിക്കേണ്ടി വരില്ല. അപ്പൊ അവരും പോസിറ്റീവാണ്. അപ്പൊ ഈ പോസിറ്റീവായ ഈ ആത്മാക്കൾക്ക് ഭൂമിയിൽ ഇങ്ങനെയുള്ള കഷ്ടങ്ങളും പ്രശ്നങ്ങളും ഉള്ളൂ എന്ന് ആദ്യം തിരിച്ചറിയണം. അപ്പൊ ഈ കുട്ടിയുടെ മാതാപിതാക്കൾ പോസിറ്റീവായ ആത്മാക്കളായിരുന്നു. അവരും നേരത്തെ ദൈവികമായ രീതിയിൽ മറ്റുള്ള നെഗറ്റീവ് ആൾക്കാർ ജീവിക്കുന്ന രീതിയിൽ ജീവിക്കാതെ പോസിറ്റീവായി പ്രകൃതിയുടെ വ്യവസ്ഥ അനുസരിച്ച് വന്നിരുന്നെങ്കിൽ അവർക്ക് ഇങ്ങനെയൊരു കുട്ടി ജനിക്കില്ലായിരുന്നു. പക്ഷെ ഈ ജനിക്കേണ്ട ഈ കുട്ടിയായ അല്ലെങ്കിൽ ഈ ആത്മാവിനെ ഈ മറ്റ് അദൃശ്യ ശക്തികൾ ഇതൊക്കെ പ്ലാൻ ചെയ്ത് ജനിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് മറ്റു ശക്തികളാണ്. അവർ അതിന് യോഗ്യമായ ഒരു ഗർഭപാത്രത്തെ അല്ലെങ്കിൽ ഒരു മാതാപിതാക്കളെ കണ്ടെത്തുമായിരുന്നു. അപ്പൊ ഈ മാതാപിതാക്കളിൽ ജനിച്ചതിന്റെ കാരണം ഈ മാതാപിതാക്കളിൽ കർമ്മത്തിന്റെ ഫലം അനുഭവിക്കാൻ ഉള്ളത് കൊണ്ടാണ് ഈ കുട്ടിയായ അല്ലെങ്കിൽ ഈ ഓട്ടിസം ബാധിച്ച കുട്ടിയായിട്ട് ജനിപ്പിക്കേണ്ട ആത്മാവിനെ എവരുടെ മകനായി അല്ലെങ്കിൽ മകളായി ജനിപ്പിച്ചത്. അപ്പൊ ഇത് തമ്മിൽ ബാലൻസ് ആയി വരും. ഇങ്ങനെ ബാലൻസ് ചെയ്താണ് ഈ സകലമാന ജന്മങ്ങളും മറ്റദൃശക്തികൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ ഇത് അവരുടെ കണക്കാണ്. നമ്മൾ മറ്റു ഡയമെൻഷനിലോട്ടൊക്കെ നമ്മൾ ആത്മാവ് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ജോലികളൊക്കെ ഇതൊക്കെ ആയിരിക്കും. ഈ കാൽക്കുലേഷനൊക്കെ പഠിച്ച് ഈ ജന്മം കൊടുക്കലും മരണം പ്ലാൻ ചെയ്തിട്ടൊക്കെ വരും. അതൊക്കെ പിന്നത്തെ വിഷയം. അപ്പൊ ഇതാണ് ഇതിന്റെ പിന്നിലെ വേറൊരു വസ്തുത.
അപ്പൊ ഈ ഗർഭപാത്രം തിരഞ്ഞെടുക്കുമ്പോൾ അതിന് യോഗ്യമായ മാതാപിതാക്കളെ പ്ലാൻ ചെയ്താണ് ഈ ഗർഭപാത്രം തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ തിരഞ്ഞെടുത്തു, ഒരു കുട്ടി ജനിച്ചപ്പോൾ തന്നെ ഓട്ടിസമായിട്ട് ജനിക്കുന്നു. അപ്പം മാതാപിതാക്കളുടെ കർമ്മഫലങ്ങളായിട്ട് അവർ കരച്ചിലും വിഷമവും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടും ഒക്കെ അനുഭവിക്കുന്നു. മറ്റു വീട്ടുകാരിൽ നിന്നൊക്കെ ഇവർ ചിലപ്പോൾ തള്ളപ്പെടുന്നുണ്ട്. അപ്പം അവരിൽ നിന്നൊക്കെ വരുന്ന അവഗണന, അപ്പൊ ഇങ്ങനെയൊക്കെ പല രീതിയിൽ ഇവരുടെ കർമ്മഫലങ്ങൾ അനുഭവിക്കാൻ തുടങ്ങും. പിന്നെ അതിനുശേഷം ബാക്കിയെന്നോണം ഉള്ള വിധിയാണ് ഇപ്പോൾ നടന്നു തുടങ്ങിയത്. ഇതിനെ നമുക്ക് ഈ മാതാപിതാക്കളെ വേണമെങ്കിൽ മാറ്റാം. അപ്പൊ ദൈവം എന്ത് ചെയ്യുന്നു വെച്ചാൽ മറ്റു അതര ശക്തികളിലൂടെ ഈ മാതാപിതാക്കൾക്ക് ഈ കുട്ടിയെ രക്ഷപ്പെടുത്താനുള്ള വഴിയും ദൈവമായിട്ട് അറ്റാച്ച്മെന്റായി അല്ലെങ്കിൽ ദൈവത്തോട് അടുക്കാനുള്ള വഴികളും ഏതെങ്കിലും മാർഗത്തിലൂടെ ഈ മാതാപിതാക്കളെ ഇൻഫർമേഷൻ കൊടുക്കും. ഏതെങ്കിലും രീതിയിൽ, ചിലപ്പോൾ ഹൈന്ദവത്തിലെ തന്നെ ഏതെങ്കിലും ആചാര്യന്മാരിലൂടെയോ അല്ലെങ്കിൽ ക്രിസ്ത്യാനി ലെവലിലുള്ളവരോ അല്ലെ മുസ്ലിം ലെവലിൽ ഏതെങ്കിലും വഴിയിലൂടെ ഈ ആത്മീയമായിട്ടുള്ള ഉയർച്ചയ്ക്കുള്ള വഴികൾ ദൈവം തന്നെ ഇവർക്ക് തുറന്നു കൊടുക്കും. കാരണം ഇവർ വിഷമിക്കുന്നുണ്ട്. ഈ കുട്ടി ജനിച്ചതിന് ശേഷം ഇവർ ആകെ കരയുന്നുണ്ട്, ഇവർ ടെൻഷൻ അടിക്കുന്നുണ്ട്. അപ്പൊ ഇത് സൃഷ്ടാവ ദൈവത്തിലേക്ക് തന്നെ എത്തും. അവര് അമ്പലത്തിൽ എവിടെ പോയാലും പോയില്ലേലും ഉള്ളിന്റെ ഉള്ളിൽ തട്ടി ആ വിഷമം വരുമ്പോഴെല്ലാം നമ്മുടെ ഉള്ളിലൂടെ ആ സെവൻത് ഡയമെൻഷനിലേക്ക് എത്തി ആ സൃഷ്ടാവായ ദൈവത്തിൽ പ്രപഞ്ചത്തിലേക്ക് എത്തും. സംഗതി ആ മെയിൻ ഹൈ ലെവലിലേക്ക് ആ പ്രാർത്ഥന പോയിരിക്കും, ആ വിഷമം പോയിരിക്കും. അപ്പൊ അവിടെ നിന്ന് സഹായത്തിനായിട്ടുള്ള വഴികൾ പല ഭാഗത്തു നിന്ന് വരും. പക്ഷെ ഈ വഴികൾ ഇവർ തിരഞ്ഞെടുക്കണോ വേണ്ടയോ എന്നുള്ളതെല്ലാം ഈ മാതാപിതാക്കളുടെ ഓപ്ഷനാണ്. ചിലപ്പോൾ മാതാപിതാക്കളുടെ ബന്ധുക്കൾ വഴി നീ എന്തിനെ അങ്ങനെയൊക്കെ പോകാൻ പോകുന്നു, അതിന് അങ്ങനെ പോകുന്നു, അത് നമ്മളുടെ മതത്തിനെതിരാണ്, അല്ലെങ്കിൽ നമ്മുടെ ജാതിക്കത് വിരുദ്ധമാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് വരുമ്പോൾ ഈ മാതാപിതാക്കൾ ഈ ഭൗതികമായിട്ടുള്ള ഇവരുടെയൊക്കെ അഭിപ്രായങ്ങളൊക്കെ നോക്കിയും ഇതിനെ തള്ളിക്കളഞ്ഞുകൊണ്ടിരിക്കും. തള്ളിക്കളയണോ സ്വീകരിക്കണോ, ഇതൊക്കെയാണ് ഇവരുടെ പരീക്ഷണം. ഇവർ സ്വീകരിച്ച് പല വഴികളിലൂടെയും നമ്മൾ ഈ ഇങ്ങനെ ഒരു വിഷയമൊക്കെ വരുമ്പോൾ ദൈവത്തെ അന്വേഷിച്ചിറങ്ങി ഒരു രക്ഷ കിട്ടി പോകുമ്പോൾ ഇതേ വിഷയങ്ങളും പ്രശ്നങ്ങളും ഇല്ലാത്ത കുടുംബക്കാർക്കൊന്നും ഇത് ഇഷ്ടപ്പെടില്ല. അവർക്ക് ഈ വിഷമം ഇല്ലല്ലോ, സുഖിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ നമ്മളുടെ വെപ്രാളം കൊണ്ടും നമ്മുടെ വിഷമം കൊണ്ടുമാണ് ഈ കുട്ടിയെയും വെച്ചും കൊണ്ട് നമ്മൾ മറ്റു പല മതങ്ങളിലൊക്കെ ഓടിച്ചാടി ഒരു രക്ഷ അന്വേഷിച്ച് ഓടുന്നത്. അപ്പൊ അവർക്ക് അവിടെ നിന്നുകൊണ്ട് നമ്മളെ നിരാശപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഈ മതത്തിന്റെ പേരിലും ജാതിയുടെ പേരിലൊക്കെ നമ്മളെ ഇങ്ങനെ തള്ളിക്കളഞ്ഞുകൊണ്ടിരുന്നാൽ മതി. അത് ശരിയല്ല, ഇത് ശരിയല്ല, അങ്ങനെ കൊണ്ട് പൈസ കളയണോ അനാവശ്യമായി. പക്ഷെ ഈ അനുഭവിക്കുന്ന മാതാപിതാക്കൾക്ക് ചിലപ്പോൾ കാശൊന്നൊരു വിഷയമായിരിക്കില്ല. അവരിപ്പോ നല്ലതാണോ തെറ്റാണോ ദുർമന്ത്രവാദമാണോ പോസിറ്റീവ് മന്ത്രമാണോ ഒന്നും അറിഞ്ഞുകൂടാതെ ഏതെങ്കിലും വഴിയിലൂടെ കുട്ടി രക്ഷപ്പെടാൻ വേണ്ടി ഇവർ ഓടിക്കൊണ്ടിരിക്കും. അങ്ങനെ ഓടി ആത്മാർത്ഥമായി അവർ അന്വേഷിച്ച് ഓടുന്നുണ്ടെങ്കിൽ ദൈവം അവരെ ഇതിനെ രക്ഷിക്കാനുള്ള ഏതെങ്കിലും മാർഗത്തിൽ എത്തിച്ചിരിക്കും. പക്ഷെ എപ്പോഴെങ്കിലും ഇവർ ഈ ശരിക്കും ആ ദൈവത്തെ തിരിച്ചറിഞ്ഞ് ആ ദൈവത്തിന്റെ വ്യവസ്ഥയിലേക്ക് അവർ വന്നാൽ ഈ കുട്ടിയിൽ ആ മാറ്റം വരും, ആ വ്യത്യാസം വന്നിരിക്കും. അപ്പൊ അതിനടുത്ത് മറ്റൊരു സംശയം പലർക്കും വരും. അങ്ങനെ ഒരു വ്യത്യാസം വരികയും ഈ കുട്ടിയിൽ ഒരു മാറ്റം വരികയും ചെയ്യുമ്പോൾ ആ കുട്ടിയുടെ കർമ്മഫലമായിട്ടല്ലേ ഇങ്ങനെ ജനിച്ചത്? അപ്പൊ ആ കുട്ടിയുടെ കർമ്മഫലം തീരുന്നില്ലല്ലോ. കാരണം മാതാപിതാക്കളുടെ പ്രാർത്ഥനയും മാതാപിതാക്കൾ ദൈവമായിട്ടൊരു കണക്ഷൻ, ഒരു ബന്ധം ഉണ്ടായപ്പോഴാണ് കുട്ടിയിൽ ഈ വ്യത്യാസം വരുന്നത്. അത് മാതാപിതാക്കളുടെ വിഷമം ഓർത്ത് ഈ കുട്ടിക്ക് ദൈവം ചെയ്തു കൊടുക്കുന്ന ഒരു പരിഗണനയാണ് ഈ കുട്ടിയിൽ വ്യത്യാസം വരുന്നത്, അതായത് കുട്ടിക്ക് മാറ്റം വരുന്നത്. ചിലപ്പോൾ കുട്ടി പൂർണ്ണമായി നോർമലാവും. അതെങ്ങനെയാണെന്നൊക്കെ പിന്നെ ഇപ്പൊ പറഞ്ഞുതരാം. അപ്പൊ പൂർണ്ണമായി ചിലപ്പോൾ ഈ കുട്ടി നോർമലായിരിക്കും. അപ്പൊ ഈ കുട്ടിയുടെ കർമ്മഫലം എങ്ങനെ തീരും? കാരണം ഇത് ഉള്ളതുകൊണ്ടാണല്ലോ ജനിപ്പിച്ചത്. അപ്പൊ ഇത്രയും നാള് കർമ്മഫലം അനുഭവിക്കേണ്ട ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു വഴി നോക്കുമ്പോൾ ഈ കുട്ടിയുടെ ആത്മാവും ഈ കുട്ടിക്കകത്തിരുന്നും കൊണ്ട് ദൈവത്തോട് കരഞ്ഞുകൊണ്ടിരിക്കും, നിലവിളിച്ചുകൊണ്ടിരിക്കും. നമ്മളത് കുട്ടിയിലൂടെ അറിയുന്നില്ലെന്നേ ഉള്ളൂ. കുട്ടി ഒറ്റയ്ക്ക് കിടന്ന് കരയൊക്കെ ചെയ്യുന്നതിന്റെ പല കാരണങ്ങളും, ഒരു കാരണമില്ലാതെ കുട്ടി കരയുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ആത്മാവിന്റെ തേങ്ങലാണ്. അപ്പൊ ഇതൊരു സൈഡിലുണ്ട്. ഇനി അഥവാ കുട്ടിയുടെ കർമ്മഫലം തീർന്നില്ല, പക്ഷേ മാതാപിതാക്കൾ കറക്റ്റ് റൂട്ടിൽ വന്നു, പ്രകൃതിയുടെ വ്യവസ്ഥകൾ അനുസരിച്ച് ജീവിക്കുന്നു, കുട്ടി നോർമലായി വരുന്നുണ്ടെങ്കിൽ, ഈ കുട്ടിയുടെ കർമ്മഫലം തീർന്നിട്ടില്ലെങ്കിൽ, ഈ കുട്ടി ശരിയായി വന്നിട്ട് ആ ആത്മാവ് പഠിക്കേണ്ടത് പഠിച്ചിട്ടില്ലെങ്കിൽ, പ്രായപൂർത്തിയായതിനു ശേഷം അടുത്ത ഒരു വിവാഹമൊക്കെ കഴിച്ച് ഈ കുട്ടി അടുത്തൊരു കുടുംബം അല്ലെ കുടുംബിനി അല്ലെ ഗൃഹനാഥനായി മാറിയതിനു ശേഷം സെപ്പറേറ്റ് ആയിട്ട് മാറ്റി നിർത്തി ബാക്കി ആ കുട്ടിയെ പിന്നീട് ദൈവം പഠിപ്പിച്ചോളും. ഇതാണ് മറ്റതർ ശക്തികളുടെ കാൽക്കുലേഷനാണ്, അത് അവർ ചെയ്തോളും. പക്ഷെ മാതാപിതാക്കൾ രക്ഷപ്പെട്ടു, മാതാപിതാക്കളുടെ സമയം കഴിഞ്ഞു, കാലം കഴിഞ്ഞു. പിന്നീട് ഈ മാതാപിതാക്കൾക്ക് വിഷമം വരാത്ത രീതിയിൽ ഈ കുട്ടിയെ മാറ്റിക്കൊണ്ടുപോയി. ഈ മാതാപിതാക്കൾ അറിയാത്ത രീതിയിൽ ഏതെല്ലാം മേഖലകളിലൂടെ വേണമെങ്കിലും ഈ മകനെ അല്ലെങ്കിൽ മകളെ ബാക്കി ദൈവം സാഹചര്യത്തിലൂടെ പഠിപ്പിക്കും. ചിലപ്പോൾ പുറത്ത് രാജ്യത്ത് കൊണ്ടിട്ടായിരിക്കും പഠിപ്പിക്കുന്നത്, ഇല്ല എവിടെയെങ്കിലും അത് പിന്നീട് നടന്നുപോകും. എന്തായാലും ആ ഓട്ടിസം ബാധിച്ച കുട്ടിക്ക് ഒരു അസുഖം ഭേദമാകൽ ദൈവാധീനമായി നടന്നാൽ പോലും
മാതാപിതാക്കളുടെ വിഷമങ്ങൾ അങ്ങനെ തീർന്നാൽ പോലും ഈ കുട്ടി കറക്റ്റ് ശരിക്കും ദൈവത്തിന്റെ വ്യവസ്ഥയിൽ വന്നില്ല, ആ കുട്ടിയുടെ കർമ്മഫലം തീർന്നിട്ടില്ലെങ്കിൽ മറ്റ് രീതിയിൽ ഭാവിയിൽ പഠിപ്പിച്ച് ക്ലിയർ ചെയ്തോളും. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട. ഇനി ഇതെങ്ങനെയാണ് ഈ മാറ്റം സംഭവിക്കുന്നത്? ഇപ്പൊ മാതാപിതാക്കൾ ദൈവത്തിന്റെ റൂട്ടിൽ വന്നു, കുട്ടി ഇങ്ങനത്തെ വായിച്ച കുട്ടി, ഇത് ഓട്ടിസത്തിന്റെ കാര്യമാണ് പറയുന്നത്. ജന്മനാൽ ഒരു കമന്റ് കണ്ടു, മാനസിക രോഗം, ഈ വട്ട് പോലുള്ള രീതിയിലൊക്കെ കുട്ടികൾ ജനിക്കും, അല്ലെങ്കിൽ മന്ദബുദ്ധി, ബുദ്ധിക്ക് മാന്ദ്യം, അത് കാണുമ്പോൾ അറിയാം, കുട്ടിയെ കാണുമ്പോൾ അറിയാം അത് ഓട്ടിസം പോലെ അല്ല, പ്രത്യേക രൂപവും മുഖവും ഒക്കെ വേറെ രീതിയിലായിരിക്കും. ഈ ഇങ്ങനെയുള്ള ജന്മനാൽ ആ ലെവലിൽ ജനിക്കുന്ന കുട്ടികളെല്ലാം നമുക്ക് കാണുമ്പോഴെല്ലാം ഏതാണ്ട് ഒരേ മുഖഛായ പോലെ നമുക്ക് ഫീൽ ചെയ്യും. കാര്യം ഒരു കണ്ണും വിരലും ഒക്കെ പ്രത്യേക രീതിയിലായിരിക്കും. അതിന്റെ കാരണം ഈ രീതിയിൽ ആക്കുന്ന ഒരു നെഗറ്റീവ് ശക്തി, ഒരു അസുര ശക്തി ഈ കുട്ടികളിൽ ഗർഭപാത്രത്തിൽ വെച്ച് പ്രവേശിക്കുന്നത് കൊണ്ടാണ് ഈ കുട്ടികളിൽ ആ പ്രശ്നം വരുന്നത്. ഇത് അഹങ്കാരവും അങ്ങനെ അത് മാത്രമല്ല, അതുകൊണ്ട് ഒന്ന് വിചാരിക്കാൻ പറ്റൂല. ഇത് പാരമ്പര്യ ശാപം അല്ലെങ്കിൽ മാതാപിതാക്കൾ വഴി ഉണ്ടായി വന്ന ചില ശാപം. പക്ഷെ അങ്ങനെ വരുമ്പോഴും ഈ ഒരു ആത്മാവിനെ, ഈ ഒരു ശപിക്കപ്പെട്ട അല്ലെ ശാപം നിറഞ്ഞ ഈ കുടുംബത്തിൽ ജനിപ്പിച്ചെങ്കിൽ ആ ആത്മാവിന് അതിന്റേതായിട്ടുള്ള കർമ്മഫലങ്ങൾ അനുഭവിക്കേണ്ട ആവശ്യമുള്ളതുകൊണ്ടാണ് ഈ രീതി ജനിപ്പിച്ചത്. ഇതും ഓട്ടിസം പോലെ യാതാണ്ട് ബന്ധങ്ങളുള്ള വിഷയങ്ങൾ തന്നെയാണ്. അതുകൊണ്ടാണ് കുട്ടി അങ്ങനെ ജനിച്ചത്. അപ്പൊ അങ്ങനെ ജനിക്കുമ്പോഴും മാതാപിതാക്കൾ കറക്റ്റ് ദൈവിക റൂട്ടിൽ വന്നാൽ ഈ ദുരാത്മാവ് അല്ലെങ്കിൽ ഈ നെഗറ്റീവ് അസുര ശക്തി ഈ കുട്ടിയിൽ നിന്ന് വിട്ടുപോവുകയും കുട്ടി നോർമലായി വരികയും ചെയ്യും. ഇത് എങ്ങനെ എന്ന് പറയുമ്പോൾ അവിടെയാണ് ഇത്തിരി പാട്. കാരണം നമ്മൾ ഈ ദൈവമായിട്ടൊരു ബന്ധം വന്ന് ശരിക്കും ദൈവത്തെ മനസ്സിലാക്കി കഴിയുമ്പോൾ ആദ്യം നമ്മൾ ദൈവത്തിന്റെ വ്യവസ്ഥകൾ അല്ലെങ്കിൽ പ്രകൃതിയുടെ വ്യവസ്ഥകൾ ആദ്യം തിരിച്ചറിയണം. അപ്പൊ ഞാൻ ഈ പറയുന്ന മെസ്സേജിലൂടെ എല്ലാം പ്രകൃതിയുടെ വ്യവസ്ഥകൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിപ്പുണ്ട്. ഈ വ്യവസ്ഥകളെല്ലാം തിരിച്ചറിയണം ഈ മാതാപിതാക്കൾ. തിരിച്ചറിയതിനു ശേഷം എത്രത്തോളം നമ്മൾ ചേഞ്ച് ആകുന്നു, നമ്മൾ ചേഞ്ച് ചെയ്ത പ്രവൃത്തി മാത്രമല്ല നമ്മുടെ മനസ്സും എത്രത്തോളം ചേഞ്ച് ആകുന്നു, അത്രത്തോളം ഈ നെഗറ്റീവ് ശക്തി ഈ കുട്ടിയിൽ നിന്ന് വിട്ടുമാറും. ഈ ഓട്ടിസം ആണെങ്കിലും ഒരു ടൈപ്പ് നെഗറ്റീവ് ആണ്, പക്ഷെ നമ്മൾ തലച്ചോറിനെ ബാധിക്കുന്നതേ ഉള്ളൂ. അതും തന്നെ മാറി മാറി വന്നിരിക്കും, ആ പ്രശ്നം തന്നെ മാറിയിരിക്കും. എന്റെ ഈ മെസ്സേജൊക്കെ കേട്ടതിന് ശേഷം പലരും എന്നെ വിളിച്ചിട്ട്, ഈ ഓട്ടിസം ബാധിച്ചവരും പല അമ്മമാരും ഒക്കെ എന്നെ വിളിക്കാറുണ്ട്. വിളിച്ചിട്ട് മെസ്സേജ് കേട്ട് അവരുടെ ജീവിത രീതിയും ശൈലിയും മാറിയപ്പോ ഈ കുട്ടിയിൽ ഒരുപാട് വ്യത്യാസങ്ങൾ കാണുന്നു എന്നവർ പറയുന്നുണ്ട്. ഏറ്റവും പ്രധാന വ്യത്യാസം വയലൻസി മാറി എന്നുള്ളതാണ്. മറ്റത് വെറുതെ ഇരുന്ന് അച്ഛനാണോ അമ്മയാണോ എന്നൊന്നും നോക്കാതെ അതിഭയങ്കരമായ രീതിയിൽ വയലൻസി കാണിക്കുന്ന 1-2 കേസുകൾ വിളിച്ചിട്ടുണ്ട്. അപ്പൊ അവര് പറയുന്ന വയലൻസി ഇപ്പൊ കുറെ നാളുകൊണ്ട് വയലൻസി ഇല്ല. പിന്നെ വിളിക്കുന്ന ചില കേസുകൾ പറയുന്നത് വെച്ചാൽ സ്വന്തമായ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങി, ചോദിച്ചു തുടങ്ങി, റെസ്പോണ്ട് ചെയ്യുന്നത്. ഇപ്പൊ ഇവരുടെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഇവരുടെ ശ്രദ്ധ നമ്മൾ പറയുന്നതിലോ നമ്മൾ ചോദിക്കുന്നതിലോ ആയിരിക്കില്ല. അവർ എന്തെങ്കിലും ചോദിച്ചാൽ പോലും അവർ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പറയേ, വേറെ ശ്രദ്ധ. കാര്യം ഈ ആത്മാവും മൈൻഡും തമ്മിൽ യോജിക്കില്ല. ഈ തലച്ചോറിന്റെ ആ ഒരു പ്രശ്നം കാരണം ഇൻഫർമേഷൻസ് കാര്യങ്ങളൊന്നും നമ്മൾ കൊടുക്കുന്നത് പോലെയൊന്നും ആയിരിക്കില്ല അവരുടെ തലച്ചോറിൽ എത്തുന്നത്. പക്ഷെ ഇതൊക്കെ എത്തുമ്പോഴാണ് അവർ തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പൊ തിരിച്ച് റെസ്പോണ്ട് ചെയ്തു തുടങ്ങി. അപ്പൊ ഇങ്ങനെ തന്നെ വ്യത്യാസങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതെങ്ങനെ വന്നു എന്ന് വെച്ചാൽ എന്റെ മെസ്സേജുകൾ കേൾക്കുന്നു, അതിനനുസരിച്ച് അവർ തന്നെ അവരുടെ ജീവിതം നോക്കുന്നു, എവിടെയൊക്കെയാണ് മാറേണ്ടത് അത് മാറുന്നു. ഫുൾ അസുഖ രോഗം മാറുക, മൊത്തം രോഗം മാറുക എന്ന് പറയുന്നത് ദൈവത്തിനത് പറ്റും, ഈസിയാണ്. ദൈവത്തിന് പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രകൃതിയുടെ വ്യവസ്ഥയിൽ അത് ഉണ്ട്. പക്ഷെ ആ ഒരു വ്യവസ്ഥയിലേക്ക് നമ്മൾ ഈ മാതാപിതാക്കൾ എത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം. ഒന്ന്, മിക്കവാറും എന്റെ മെസ്സേജ് കേൾക്കുന്നവരിൽ ഒന്നുകിൽ അച്ഛനായിരിക്കും അല്ലെങ്കിൽ അമ്മയായിരിക്കും ഈ കുട്ടിയുടെ എന്റെ മെസ്സേജ് കേൾക്കുന്നത്. ഇപ്പൊ മറുഭാഗം തെറ്റിക്കിടക്കുകയാണ്. ഒരാളാണ് ഈ ദൈവത്തെ കണ്ടെത്തുകയും ആ ദൈവികമായ ഒരു കണക്ഷൻ ആഗ്രഹിക്കുകയും ബന്ധങ്ങൾ ആ ദൈവമായിട്ട് അല്ലെങ്കിൽ മറ്റു അതൃശക്തികളായിട്ടുള്ള ബന്ധം ഇതൊക്കെ ചിലപ്പോൾ മാതാവിനോ പിതാവിനോ ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ രണ്ടുപേരും ഒരേപോലെ കയറി വരണം, എങ്കിലേ ഈ കുട്ടിയിൽ വ്യത്യാസം വരുള്ളൂ. ഇല്ലെങ്കിൽ കുട്ടിയിൽ പകുതിയെ ക്ലിയർ ആവുള്ളൂ. അപ്പൊ മാതാവ് ഫുൾ ദൈവിക റൂട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ആ കുട്ടിക്ക് പകുതി വ്യത്യാസം വരും. പക്ഷെ അത് മറ്റേ പാർട്ട്ണർ കൂടെ വരാത്ത കാലത്തോളം ഈ വ്യക്തിക്ക് പോലും 100% പെർഫെക്റ്റായി വരാൻ പറ്റൂല. കാര്യം സഹവാസം അങ്ങനെയാണ്, ബാധിക്കും നമ്മളെ, അത് അങ്ങോട്ട് സ്വാധീനിക്കും. 2 മാതാപിതാക്കൾ ഒരേപോലെ ആയി വരണമെങ്കിൽ ഭയങ്കര പാടാണ്. പക്ഷെ ചെയ്താൽ 100% വ്യത്യാസം വന്നിരിക്കും. കുറച്ച് പാടാണ്. കാരണം നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന രീതിയും ജീവിത വ്യവസ്ഥയും ഇതൊന്നും അല്ല നമ്മൾ ഈ പ്രകൃതി വെച്ചിരിക്കുന്ന ആ വ്യവസ്ഥകളും കാര്യങ്ങളെല്ലാം. കാരണം നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം നമ്മളെ മാതാപിതാക്കൾ പഠിപ്പിച്ചതും നമ്മൾ കേട്ടറിഞ്ഞതും കേട്ടുള്ള കാര്യങ്ങളായിരിക്കാം. അപ്പം അതുകൊണ്ടാണല്ലോ നമ്മുടെ കുടുംബത്തിന് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഒരു കുട്ടി ജനിക്കുകയൊക്കെ ചെയ്യുന്നത്. നമ്മൾ ആ ദൈവത്തിന്റെ പ്രകൃതിയുടെ വ്യവസ്ഥയിലാണ് ജീവിച്ചിരുന്നെങ്കിൽ ഈ കഷ്ടം വരില്ല.
അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കിക്കൊള്ളണം, നമ്മൾ അത്രത്തോളം നെഗറ്റീവ് ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയുള്ളൊരു കുട്ടി ജനിച്ചത് എന്ന സത്യം തിരിച്ചറിയണം. അപ്പൊ നമുക്ക് ഭക്തി കാണും. ഭക്തി ഇല്ല അതൊരു വിഷയമല്ല. ഭക്തി എന്ന് വെച്ചാൽ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ഭക്തി കാണും. ഇപ്പൊ ഒരു കള്ളനാണെങ്കിൽ പോലും മോട്ടിക്കുന്നതിന് മുമ്പ് നല്ലവണ്ണം പ്രാർത്ഥിച്ചും ദൈവത്തിന് വരെ നേർന്നൊക്കെയാണ് മോട്ടിക്കാൻ പോകുന്നത്. അതൊക്കെ ഭക്തിയാണ്. ഭക്തിയിലല്ല കാര്യം. നമ്മുടെ ജീവിത രീതി, ശൈലിയും വ്യവസ്ഥയും നമ്മുടെ മനസ്സും നമ്മുടെ സ്വഭാവവും ഒക്കെ പ്രകൃതിയിൽ മനുഷ്യനെ ദൈവം വെച്ചിരിക്കുന്ന രീതിയിലാണോ, ആ പോസിറ്റീവായിട്ടാണോ എന്നതാണ് അതിന്റെ കാര്യം. നമ്മൾ മറ്റുള്ളവരെ വെച്ച് തട്ടിച്ചു നോക്കുമ്പോൾ അവരെ കാട്ടിയൊക്കെ ശുദ്ധരായിരിക്കാം. പക്ഷെ പ്രകൃതിയുടെ കണ്ണിൽ നോക്കുമ്പോൾ മറ്റവരെ പോലെ അല്ല. നമ്മൾ അതിനെക്കാട്ടി കൂടുതൽ ജന്മം എടുത്ത് ഒരുപാട് പഠിച്ച ആത്മാവായിരിക്കും നമ്മുടെ ആത്മാവ്. അപ്പൊ നമുക്ക് സ്ട്രിക്റ്റ് ആണ്. അപ്പൊ ബാക്കി ഇനിയും പഠിച്ചു വരേണ്ടിയിരിക്കും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ സമൂഹത്തെ പോലെ നമ്മൾ ജീവിക്കുകയാണ്. അപ്പൊ ഇതിൽ നിന്നെല്ലാം മാറി നമ്മൾ ചിലപ്പോൾ ഒരു കുടുംബം ഈ പ്രകൃതി വ്യവസ്ഥയിൽ പെട്ടെന്ന് മാറി വന്നാൽ അത്രയും ചേഞ്ച് വരും. നമ്മുടെ കാഴ്ചപ്പാട്, പ്രാർത്ഥിക്കുന്ന രീതി. ഞാൻ എന്റെ മെസ്സേജുകൾ കേട്ടിട്ട് അത്രയും കാര്യങ്ങളും തിരിച്ചറിഞ്ഞ് മുഴുവൻ വസ്തുതകൾ മനസ്സിലാക്കിയിട്ട് ഒരു പുതിയൊരു വ്യക്തിയായി തന്നെ നമ്മൾ ഒരു മാറ്റം സംഭവിച്ചും കൊണ്ട് മാറിയാൽ അവിടെ ബന്ധുക്കൾ, കുടുംബക്കാർ, സഹോദരങ്ങൾ അങ്ങനൊന്നും ഒരു വിഷയമേ ഇല്ല. അവരൊന്നും വേണമെന്നില്ല. അവരൊക്കെ ചിലപ്പോൾ നമ്മൾ ഉപേക്ഷിച്ച് കളഞ്ഞിരിക്കും. അത്രത്തോളം വലിയൊരു ചേഞ്ച് നമുക്ക് വന്നാൽ ഇത് നമ്മുടെ കുട്ടിക്ക് അത്രയും വലിയൊരു ചേഞ്ച് സംഭവിച്ചിരിക്കും. പക്ഷെ അത് പാടാണ്. ശ്രമിച്ചു നോക്കിയാൽ അതിൻ്റെതായ ഫലം കിട്ടും. പിന്നെ എത്രത്തോളം ശ്രമിക്കുന്നു, എത്രത്തോളം നമ്മളത് മനസ്സിലാക്കി പോസിറ്റീവായി കൊണ്ടേയിരിക്കുന്നു, അത്രത്തോളം ഈ കുട്ടിയിൽ അതിൻ്റെതായ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കും. ആ റെസ്പോണ്ടുകളും കാര്യങ്ങളൊക്കെ തന്നെ മാറി മാറി വരുന്നത് നമുക്ക് തന്നെ അനുഭവിച്ച് മനസ്സിലാക്കാം. മരുന്ന് കൊണ്ട് മാറാത്തത് നമ്മുടെ ഈ രീതിയിലുള്ള മാറ്റത്താൽ ഈ കുട്ടിക്ക് നല്ല വ്യത്യാസം വന്നിരിക്കും. ഓക്കെ, ഇത് ചില കാര്യങ്ങളൊക്കെ അടുത്തത്.